ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാനുള്ള നീക്കങ്ങൾ സജീവമാക്കി സിപിഐയും ബിജെപിയും. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്നില്ലെങ്കിൽ മന്ത്രി ജി.ആർ. അനിൽ, അഭിഭാഷക സംഘടനാ നേതാവ് കെ.പി. ജയചന്ദ്രൻ എന്നിവരാണ് പരിഗണനയിൽ. ബിജെപി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനം അമിത്ഷായുടെ സന്ദർശനത്തിന് ശേഷം ആയിരിക്കും. കഴിഞ്ഞ ഏതാനും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി തിരുവനന്തപുരത്ത് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സിപിഐ. 2014-ലും 19-ലും 3-ാം സ്ഥാനത്തായിരുന്നു മണ്ഡലത്തിൽ സിപിഐ. കഴിഞ്ഞ ഏതാനും തവണയായി ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷിയാവുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. 2009 മുതൽ ശശി തരൂരിന്റെ തട്ടകം. 2014-ലും 19-ലും ബി.ജെ.പി കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയതോടെയാണ് സിപിഐ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. 2019-ൽ പ്രധാന നേതാവായ സി ദിവാകരൻ രംഗത്തെത്തിയെങ്കിലും 3-ാം സ്ഥാനത്ത് തന്നെ തുടർന്നു. ഈ സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ സിപിഐക്ക് സീറ്റ് സമ്മാനിച്ച പന്ന്യൻ രവീന്ദ്രനെ തന്നെ രംഗത്തിറക്കാൻ സിപിഐ നേതൃത്വം ആലോചിക്കുന്നത്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം സമ്മതം മൊഴിയിട്ടില്ല. ഇതേ തുടർന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി.ആർ. അനിൽ, അഭിഭാഷക സംഘടനാ നേതാവ് കെ.പി. ജയചന്ദ്രൻ എന്നീ പേരുകൾ കൂടി സിപിഐ നേതൃത്വം പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരിൽ നിന്ന് ജി.ആർ. അനിൽ മത്സര രംഗത്തെത്തിയാൽ സർക്കാരിനെതിരായ വികാരം കൂടി പ്രതിഫലിക്കുമോ എന്ന ആശങ്ക കൂടി സിപിഐ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ആലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമുണ്ടാവുക. അതേസമയം അമിത്ഷായുടെ സന്ദർശനത്തോടെ മാത്രമായിരിക്കും തിരുവനന്തപുരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുക. ദേശീയ നേതാക്കൾ ആരും മത്സര രംഗത്തില്ലെങ്കിൽ സി കൃഷ്ണകുമാറിലേക്ക് തന്നെയായിരിക്കും ബി.ജെ.പി നേതൃത്വം എത്തിച്ചേരുക. തിരുവിതാംകൂർ രാജകുടുംബാംഗത്തിന്റെ പേരും ബി.ജെ.പിയുടെ പരിഗണനാ പട്ടികയിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് മികച്ച നേട്ടം സമ്മാനിച്ച കുമ്മനം രാജശേഖരനും പരിഗണനാ പട്ടികയിലുണ്ടെന്നാണ് വിവരം. അതേസമയം സി കൃഷ്ണകുമാറും ബി.ജെ.പി സംസ്ഥാന നേതൃത്വവുമായുള്ള അകൽച്ച ഒരുപക്ഷെ അദ്ദേഹത്തിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ശശി തരൂർ വീണ്ടും ഉറപ്പിച്ച പശ്ചാത്തലത്തിൽ സാമുദായിക സമവാക്യങ്ങൾ കൂടി നോക്കിയായിരിക്കും LDF-ന്റെയും ബി.ജെ.പിയുടെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.